ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോയല്ലേ, പിന്നെ കാണാനില്ല, എടുക്കാനില്ല. ആരൊക്കെയോ കണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയതുമില്ല. ഫസ്റ്റ് വീഡിയോ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞു മോൾക്ക് കൂരവ് കൊടുക്കുന്നത്, നമുക്ക് 7 മാസമായി. അപ്പോൾ ആ കൂരവ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുരുവ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കുരുവ് ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ടേ. രാവിലെ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നന്നായിട്ട് കഴുകി, നല്ല മട്ടിയുണ്ട് കേട്ടോ. ഇതിനെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഉണ്ടോ, അഴുക്ക് വരണം കേട്ടോ. നല്ല പൊടിയുണ്ട് ഇതിൽ. ഒരു 5-8 വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കണം കണ്ടോ, അഴുക്ക് വരുന്നത്. പിന്നെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഞാൻ വീഡിയോ കൊണ്ടുവരണമെന്ന് കരുതിയതല്ല. ഇദ്ദേഹം ഇപ്പോൾ ഒരു ശീലമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ കയറിയിരുന്ന് ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി കണ്ടിങ്ങനെ ഇരിക്കണം. തറയിൽ കിടക്കൂല, അങ്ങനെ കയറി വന്ന. അപ്പം ഞാനിത് രാവിലെ കുതിർത്ത് വെച്ചേക്കുക, ഇതിനെ അടിച്ചെന്നൊരു വീഡിയോ ഇടണമെന്നും പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം ഉറങ്ങുമ്പോൾ എടുക്കാന്ന് വെച്ചാൽ മിക്സിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഉണരും. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ അവിടെ കളിക്കുന്ന ടൈമിൽ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോഴേ ആൾ കരച്ചിൽ തുടങ്ങും. അപ്പം ഇനി ലേറ്റായ ഈ വീഡിയോ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തോണ്ടെങ്കിൽ പോകുന്നു. അപ്പം ഞാൻ മിക്സി എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കഴുകി വെച്ചിരുന്നതാണ്. എന്നാലും ഒന്നുകൂടി കഴുകിയെടുക്കാം. മോളുടെ ഫുഡാണോ ഇത്? ആണോ? അപ്പം ഇതിനെ മിക്സിയിലോട്ട് ഇടാം. വീടി പിന്നെ ഓണായോ? ഓക്കെ വെച്ചിട്ടാ നിന്നത് കേട്ടോ. അപ്പം ഇത് ഇട്ടപ്പോഴത്തേക്കും കുറച്ചും കൂടി അഴുക്ക് കൂടി കഴുകിയെടുത്തു. ഓക്കെ, കണ്ണ് വീഴൂടാ, അത് വെയിറ്റ് ഉള്ളതല്ല. ഇവിടെ ഇരുത്താം മമ്മി. എൻ്റെ മൂത്ത കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. 2 പേരും ഇങ്ങനെ നിൽക്കും. ഞാനിതിന് എവിടെ ഇരുത്താം? ഇവിടെ വെള്ളോടാ, ഇവിടെ മിക്സി അടിക്കല്ലേ. ഇങ്ങോട്ട് എടുത്ത് തരാം. വെള്ളം, തുണി എടുക്ക്, തുണി ഇട്ടിട്ട് എടുത്ത് ഇതിനെ മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാവേ. ആൾക്ക് ഇവിടെ ഇരിക്കണം, ഒരാൾക്ക് തോളിലിരിക്കണം, ഒരാൾക്ക് ഇവിടെ. വളഞ്ഞ് ഞാനവിടെ ഇരുത്തി. ആളുടെ മുഖം കണ്ടോ എന്തോ ഫസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു ആള്. മതി 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 മതി. ഓണാക്ക്. ഇത് 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 അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലാസ്സാണ് പൊട്ടുമുളക് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിച്ചെടുക്കണം. ഇത് അരിക്കുമ്പോൾ ഇതിൻ്റെ തോട് തരി മുകളിൽ വന്നിട്ട്, അപ്പോൾ ഇതിന് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ അരിച്ചെടുക്കണം. എന്നാലും നമ്മൾ കാണാൻ പറ്റുമുണ്ടോ? ഈ ഒരു ഇതാ ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. ഇതിലിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മാവ് മാത്രം അരിഞ്ഞ് വരും. ഈ മട്ടി കളയും. അപ്പോൾ ഈ കുഞ്ഞിന് അരിക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് അരിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. സമ്മതിക്കില്ല, ആണിന് പിടിക്കണമെന്ന്, അവൾക്ക് ചെയ്യണമെന്ന്. ഓ ഓ ആര് പറയുന്നു എൻ്റെ മോളെ?
സ്പൂൺ എടുക്കട്ടെ. നന്നായിട്ട് അരിച്ച് മാവ് മാത്രമായിട്ട് നമ്മൾ എടുക്കും. ഇത് ഞാൻ എൻ്റെ മൂക്ക് ഞാൻ അവളുടെ സമയമായിരുന്നപ്പോൾ എനിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുമായിരുന്നു, മാവായിട്ട് കിട്ടുമായിരുന്നു. അത് ഈ പൊടിച്ച് തോടോടുകൂടി പൊടിക്കുന്ന മാവായിട്ട് റാഗിപ്പൊടി കിട്ടുമല്ലോ, അത് കിട്ടുമായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് അതാ കൊടുത്തതേ. അപ്പോൾ പക്ഷേ അവളുടെ ദഹനത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ അത് ഒഴിവാക്കി ഇതുപോലെ അരിച്ചാണ്. അപ്പം ഞാൻ എന്താ അതിനെ അരിച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും നമ്മൾ ഇത് കുറച്ച് നേരം വെളിയിൽ വെച്ചേക്കുമ്പോൾ ഇതിന് വെള്ളം മീതെ വരും. വെള്ളം മീതെ വന്ന് മാവ് അടിയിലാവും. അപ്പോൾ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കും. ഒരു 1 വീക്കൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം. അതിൽ കൂടുതൽ വരില്ല. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് വരും. മോക്ക് ഒരാഴ്ചത്തേക്ക് കൊടുക്കാനേ കാണും മാവ്. ഇതിപ്പോൾ ഇത് താഴോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്കിത് മോക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് നോക്കാം. ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് മാവെടുത്ത് പനങ്കൽക്കണ്ടും കൂടി ഇട്ടാണ് കാച്ചിയാണ് മോക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അരച്ചു വെച്ചിരുന്ന മിശ്രിതം. ആ കൂര നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്ത ലിക്വിഡ് അതിലേക്ക് ഞാൻ ഉരുക്കി വെച്ചേക്കും. പനങ്കൽക്കണ്ട് കഴുകി ഉരുക്കി വെച്ചേക്കും. അതിൽ നിന്ന് ഒരു ശകലം കുറച്ചേ ഒഴിക്കൂ, കാരണം മധുരം അധികം ഞാൻ കൊടുക്കാറില്ല. ഇനി ഇത് നമ്മുടെ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് കുറുകുന്ന രീതിയിൽ കുറുക്കിയെടുക്കുക. തീ ഒന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ ആദ്യം കുറുക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടിയായി പോകും. അപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂരം അങ്ങനെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് കുറുകി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിലും അടി പിടിക്കാൻ ചാൻസാണ്. മോളിവിടെ നിന്ന് വർത്താനം പറയും. ഞാൻ ഈ പരുവാണ് കേട്ടോ. ഇത് പക്ഷേ നന്നായിട്ട് വെന്തിട്ടില്ല, ശരിയുണ്ട്. കാരണം ഈ യെല്ലോ കളർ വൈറ്റ് കളർ മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരും. ആ രീതിക്കാവണം. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് എൻ്റെത് ഇപ്പോൾ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത്. മോക്ക് റാഗി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനില്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുപോലെ അങ്ങ് സംസാരിക്കുകയാണേ, ആരുമില്ല, പിന്നെ ഒരു രസം അല്ലേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.